ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു അരിക്കുത്ത് കല്യാണത്തിന് പോണ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരുതാണെന്ന്. വേറെ ആരുതുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അരിക്കുത്ത് കല്യാണമാണ്. അപ്പോൾ ഇതേ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ രാവിലെ തന്നെ ആളെ വീട്ടിലോട്ടാണ് ഈ പോയോണ്ട് നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം പോകാനുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാനുണ്ട്. 11 മണിയാകുമ്പോൾ ഫോട്ടോഗ്രാഫർ വരും, ഫോട്ടോഷൂട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. ആൾ വീട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ആൾ മാറ്റിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ കണ്ടിട്ട് ഇതൊരു കോപ്രായം കളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആളെ റൂമിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചില്ല പറഞ്ഞങ്ങാണ്ട് നേരെ റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ആളെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ വരുന്നത്. ഗൈസ്, 100 പവൻ്റെ ഓർണമെൻറ്റ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് എത്ര നോക്കിയിട്ടും മതിയാവണില്ല. തിരിച്ചും മറിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ ആൾ മെഹന്തിയൊക്കെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആക്കത് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇവിടെ അടുത്ത മാസം കല്യാണം എന്നുള്ള ഒരു ബോധമില്ല ആക്കത്. ഉമ്മ വാരി കൊടുത്താലേ ഇറങ്ങുള്ളൂ, ഉമ്മൻ്റെ ചെറിയ കുട്ടിയാണെന്നൊക്കെയാണ് ആൾ പറയുന്നത്. അങ്ങനെ ദേ അതിൻ്റെ ഉള്ളിൽ കൂടി ആളെ മാറ്റിക്കലും ഞങ്ങളെ മാറ്റലൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സാരിയൊക്കെ അവളെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്ത എടുത്ത് തന്നതാണ്. ഞങ്ങൾക്ക് ആർക്കും ഗൈസ് സാരി എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ദേ ഇവിടെ ഒരു കത്തി അടിക്കലാണ് കാണുന്നത്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ ഭയങ്കര കത്തിയടിക്കലാണ്. അങ്ങനെ ആളെ കത്തിയടിക്കലും പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മളെ ബ്രൈഡിനെ മാറ്റിക്കലൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തീർത്ത്. പിന്നെ എൻ്റെ നാട്ടിൽ എന്തായാലും നേരത്തെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാറ്റിച്ച് ഏകദേശം നമ്മുടെ ബ്രൈഡിനെ നല്ലൊരു മൊഞ്ചത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആകെ കുറച്ച് അല്ലറ ചില്ലറ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാണ്. പിന്നെ ഇവിടെ ഒരാൾ കത്തി അടിച്ച് ക്ഷീണിച്ച് നല്ല നാരങ്ങ വെള്ളം കുടിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പുറത്തെത്തി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ആളെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഇത് എൻ്റെ ചാനലാണ്, എൻ്റെ വ്ളോഗാണെന്ന് പറഞ്ഞങ്ങാണ്ട് ഇവിടെ ഒരാൾ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ബാക്കിൽ കേസ് ഞങ്ങളെ ബ്രൈഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളവിടെ എന്തോ സ്റ്റെക്കായി നിൽക്കുകയാണ്, ആരോ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളിത് നേരെ ഫസ്റ്റ് തന്നെ നടന്ന് അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വീടായിരുന്നു ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ചുറ്റും കുറേ മരങ്ങളും അതുമാതിരി എന്താ പറയുക, ഒരു പഴയ തറവാട് ടൈപ്പ് വീടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ സ്ഥലമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫോട്ടോ എടുക്കലും പിന്നെ കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ ഫ്രണ്ടിൻ്റെ അവരുടെ റിലേറ്റീവ്സും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളെ ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീട് ഫുള്ള് ചുറ്റി കണ്ടു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാൻ. പിന്നെ ഈ ഒരു അമ്മൂമ്മ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ അവിടുന്ന് എനിക്കൊരു ചെടീൻ്റെ കൊമ്പ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ചെറിയ കൊമ്പൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഇങ്ങനെ ഒരുപാട് ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായാലും ചോദിച്ചു പോകും ഗൈസ്. അങ്ങനെ ഫോട്ടോ എടുക്കലും എല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് ഞങ്ങളവിടെ ഫുള്ള് ലോക്കായി നിൽക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു തറവാട് വീട്, മഴ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് മഴ ചോരുന്ന വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത്. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.